അമേരിക്കയിൽ നിന്നും നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുമ്പോൾ നമ്മുടെ നാട്ടിലും കിടന്ന് നിലവിളിക്കുന്നവരുണ്ട്. മൈ ഫ്രണ്ട് ഇതാ ഇന്ത്യക്കാരെ പുറത്താക്കുന്നുവെന്നും മോദിയുടെ കഴിവുകേടെന്നും മോദി വിരുദ്ധർ വിളിച്ചു പറയുന്നു. ഇന്ത്യയിൽ മറ്റു രാജ്യക്കാർ നുഴഞ്ഞുകയറി താമസമാക്കുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ മറ്റു രാജ്യക്കാർ കടൽ വഴിയും മറ്റും ഒളിച്ചു കയറി നമ്മുടെ ജനങ്ങളുടെ ജോലിയും റേഷനും ആശുപത്രി സൗകര്യവും ഒക്കെ കവർന്നെടുക്കുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഒളിച്ചു കടന്ന് നമ്മുടെ പൗരന്മാരെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും മോഷണം നടത്തുകയും ചെയ്യുന്നതിനെ നമ്മൾ അംഗീകരിക്കുമോ? ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത് എന്താണ് എന്ന് പോലും അറിയാതെ പലരും കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറുമെടുത്ത് മോദിയെയും മൈ ഫ്രണ്ടിനെയും പിടിച്ചുകെട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് വ്യാജരേഖയിൽ വിമാനം വഴിയും കടൽ വഴിയും ഒളിച്ചു കടന്നവർ മൊത്തം 1.4 മില്യൺ പേരുണ്ട്. ഇതിൽ 18,000 പേരാണ് ഇന്ത്യക്കാർ. ഇവരെല്ലാം തിരിച്ചേക്കും. ഇന്ത്യ എതിർപ്പും പറഞ്ഞിട്ടില്ല. കാരണം ഈ 18,000 ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് കള്ളബോട്ടും കള്ളക്കപ്പലും ഒക്കെ കയറി ഒളിച്ചു കയറിയത് തന്നെ അന്തസ്സുള്ള ഇന്ത്യക്കാർക്ക് അപമാനമാണ്. ഇത്തരത്തിൽ ഇവർ അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറിയത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യാനോ ധീരത കാട്ടാനോ ഒന്നുമല്ല. ഇന്ത്യയിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടായപ്പോൾ ജീവൻ രക്ഷിക്കാൻ ഓടിയവരുമല്ല. ഇവരെല്ലാം അവർക്ക് കൂടുതൽ പണമുണ്ടാക്കാൻ അമേരിക്കയിലെ പച്ചപ്പ് തേടി വ്യക്തി ലാഭത്തിനായി പോയതാണ്. ഇന്ത്യ എന്ന സ്വന്തം രാജ്യത്തിന്റെ പോലും എമിഗ്രേഷനെയും പോലീസിനെയും നമ്മുടെ പോലീസ് സംവിധാനത്തെയും എല്ലാം പറ്റിച്ച് അമേരിക്കയിലേക്ക് സ്വന്തം രാജ്യത്തെ പോലും ചതിച്ചു പോയവരാണ് 18,000-ഓളം ഇന്ത്യക്കാർ. മാന്യന്മാരായ ഇന്ത്യക്കാരല്ല ഇപ്പോൾ അമേരിക്കയിൽ നിന്നും കാലിൽ ചങ്ങലയിട്ട് തിരികെ എത്തുന്നത് എന്ന് 100-ൽ 101% ഉറപ്പാണ്. ഇന്ത്യൻ പോലീസ് മിലിറ്ററി സംവിധാനത്തെ പോലും കബളിപ്പിച്ച് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഒളിച്ചു കടന്നാണ് ഈ 18,000 പേരും കടന്നത്. ഇനി പറയൂ, ഏതൊരു രാജ്യത്തിന് അംഗീകരിക്കാൻ പറ്റും ഇതൊക്കെ? മാത്രമല്ല, അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നു എന്ന് കൊട്ടിഘോഷിക്കുകയാണ് ചിലർ. നൂറ്റാണ്ടുകളായി ഇന്ത്യക്കാർ നിയമവിധേയമായി അമേരിക്കയിൽ കുടിയേറുന്നു. ഇരു രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് വിസയും പാസ്പോർട്ടും പ്രകാരം പോകുന്നവർക്കും അവിടെ തങ്ങുന്നവർക്കും ഒരു പോറൽ പോലും ഡൊണാൾഡ് ട്രംപ് ഏൽപ്പിക്കില്ല. അതാണ് മോദിയുടെ മൈ ഫ്രണ്ടിന്റെ ഉറപ്പ്. അമേരിക്കയിൽ പുറത്താക്കുന്ന 1.4 ലക്ഷം പേരിൽ ഇന്ത്യക്കാർ വെറും 18,000 പേർ മാത്രമേ ഉള്ളൂ എന്നും അറിയണം. അനധികൃത കുടിയേറ്റക്കാരുടെ മേലാണ് നാട് കടത്തലിന്റെ മഴ തൂങ്ങിക്കിടക്കുന്നത്. നിയമപ്രകാരം അമേരിക്കയിലേക്ക് പോയ ഒരു ഇന്ത്യക്കാരനും ഇത് ബാധകമേ അല്ല. ഇനി വിമാനത്തിൽ കാലുകൾ ചങ്ങലക്കിടുന്നതിനും കാരണമുണ്ട്. ഒന്ന്, സൈനിക വിമാനമാണ്. യാത്രാ വിമാനത്തിലെ ഇതുപോലെ സംവിധാനമില്ല, സൗകര്യമില്ല. ആകാശത്ത് വെച്ച് നുഴഞ്ഞുകയറ്റക്കാർ ബഹളം വെച്ച് ഭീഷണി ഉണ്ടാകാതിരിക്കാനാണ് കാലുകൾ ചങ്ങലക്കിട്ട് പൂട്ടിക്കൊണ്ടുവരുന്നത്. വിമാന യാത്രാ സുരക്ഷയ്ക്ക് വേണ്ടിയാണത്. ഇനി ഇതിന്റെ മറുവശം കൂടി നോക്കാം. അനധികൃതമായി മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് മനുഷ്യക്കടത്തുകാർക്ക് ലക്ഷങ്ങളും മയക്കുമരുന്ന് മാഫിയയ്ക്ക് സംരക്ഷണ പണവും നൽകുന്നതിൽ ഉൾപ്പെടുന്നു. നുഴഞ്ഞുകയറ്റക്കാരാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ബലാത്സംഗ കേസിൽ പ്രതികൾ. കവർച്ചക്കാരിൽ കൂടുതലും നുഴഞ്ഞുകയറ്റക്കാർ. അമേരിക്കൻ ജനങ്ങളോട് നുഴഞ്ഞുകയറ്റക്കാർ പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ചിലരെ നുഴഞ്ഞുകയറ്റക്കാർ ബലാത്സംഗം ചെയ്യുമ്പോൾ പണം നൽകാൻ കഴിയാത്ത അമേരിക്കക്കാരെ കൊല്ലുകയും ചെയ്യുന്നു. അമേരിക്കൻ നിയമം അനുസരിച്ച് വിസ ലംഘിക്കുന്ന, ക്രിമിനൽ പ്രവൃത്തികളിൽ പങ്കെടുക്കുന്ന, പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയായ പൗരന്മാർ അല്ലാത്തവരെ US തടഞ്ഞുവെക്കുകയും നാട് കടത്തുകയും ചെയ്യാം. അനധികൃതമായ അതിർത്തി കടക്കുന്നതോ സാധുവായ രേഖകളില്ലാതെ ഏജന്റുമാർ കടത്തുന്നതോ ആയ കുടിയേറ്റക്കാരെ ആദ്യം തടഞ്ഞു നിർത്തി തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. നീതിന്യായ വകുപ്പിന് കീഴിലുള്ള ഇമിഗ്രേഷൻ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ അവർ അവിടെ തങ്ങുന്നു. കുടിയേറ്റക്കാരന് അഭയം വേണമെങ്കിൽ കോടതി പിന്നീട് അവലോകനം ചെയ്യുകയും സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്യുന്നു. അതായത് മാതൃരാജ്യത്തേക്ക് ചെന്നാൽ വധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തെളിഞ്ഞാൽ അത്തരക്കാരെ കോടതി പുറത്താക്കില്ല, അഭയം നൽകും. അല്ലാത്തവരെ മുഴുവൻ പുറത്താക്കും. നാട് കടത്തുന്നതിന് മുൻപ് അവർക്ക് സ്വന്തം ചെലവിൽ സ്വമേധയാ വിമാനം തിരഞ്ഞെടുക്കാം. എന്നാൽ കയ്യിൽ 10 നയാ പൈസ ഇല്ലാത്തവരാണ് നുഴഞ്ഞുകയറ്റക്കാർ. മിക്ക കേസുകളിലും കുടിയേറ്റക്കാരെ നാട് കടത്താൻ US ചാർട്ടേഡ് വിമാനങ്ങൾ അമേരിക്ക ഉപയോഗിക്കുന്നു. എന്നാൽ ഇവിടെ സൈനിക വിമാനങ്ങളാണിത്. ചില കുടിയേറ്റക്കാർ അഭയത്തിനായി അപേക്ഷിച്ചേക്കും. അവർ നാട്ടിലേക്ക് മടങ്ങുകയാണെങ്കിൽ ജീവന് അപകടം ഉണ്ടാകും എന്ന് ജഡ്ജിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അവർക്ക് US-ൽ തുടരാൻ അനുവാദമുണ്ട്. ഇന്ത്യയുടെ നിലപാട് നോക്കാം. ഒരു രാജ്യത്തേക്കും നുഴഞ്ഞു കയറുന്നത് ക്രിമിനൽ കുറ്റകൃത്യമായി ഇന്ത്യ കണക്കാക്കുന്നു. ഒരു വിദേശി മറ്റൊരു രാജ്യത്തെ ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ നാട് കടത്തലാണ് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിന്റെ വെബ്സൈറ്റിൽ പറയുന്നു. ഇത്തരക്കാർ ഇന്ത്യൻ നിയമം കൂടിയാണ് ലംഘിച്ചത്. അതിനാൽ തന്നെ ഇന്ത്യക്കാരെ 18,000 അമേരിക്കൻ നുഴഞ്ഞുകയറ്റക്കാർ മടങ്ങി വന്നാലും കേസെടുക്കാം. ഇമിഗ്രേഷൻ നിയമം ലംഘിച്ചതിനും ജാമ്യമില്ലാതെ വിചാരണ നടത്താം. 10 കൊല്ലം വരെ തടവും കിട്ടും. അത്രമാത്രം കുറ്റകൃത്യം ചെയ്യുന്നവരാണ് നുഴഞ്ഞുകയറ്റക്കാർ. ഇന്ത്യൻ പൗരൻ ഒരു രാജ്യത്തും ഇന്ത്യയുടെ അതിർത്തി ലംഘിച്ച് നിയമവിരുദ്ധമായി പ്രവേശിക്കരുത്.
മിക്ക കേസുകളിലും അത്തരം നാടുകടത്തലുകൾ തടയാൻ ഇന്ത്യൻ കോൺസുലേറ്റിന് ഇടപെടാൻ കഴിയില്ല എന്ന് അതിൽ പറയുന്നു. എന്നിരുന്നാലും ബന്ധപ്പെട്ട ഇന്ത്യൻ പൗരൻ തെറ്റ് ചെയ്യാത്തതോ അന്യായമായി നാട് കടത്തപ്പെടുകയാണ് എന്ന് തോന്നുന്നതോ ആയ സന്ദർഭങ്ങളിൽ അത് ഇന്ത്യൻ എംബസിയുടെയോ കോൺസുലേറ്റിന്റെയോ ശ്രദ്ധയിൽപ്പെടുത്താം. അതുവഴി ബന്ധപ്പെട്ട പ്രാദേശിക ഇമിഗ്രേഷൻ അധികാരികളെ അറിയിക്കാൻ കഴിയും. മന്ത്രാലയം പറയുന്നു, അനധികൃതമായി യുഎസിലേക്ക് കടന്ന 104 ഇന്ത്യൻ കുടിയേറ്റക്കാരെ യുഎസ് സൈനിക ജെറ്റ് ബുധനാഴ്ച തിരിച്ചയച്ചതും നിയമവിധേയമാണ്. നിയമപരമായ മൊബിലിറ്റി പ്രോത്സാഹിപ്പിക്കാനും നിയമവിരുദ്ധമായ നീക്കങ്ങൾ നിരുത്സാഹപ്പെടുത്താനും ഇത് രാജ്യത്തിന്റെ കൂട്ടായ താല്പര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവരോട് പ്രതികരിച്ചു. തങ്ങളുടെ പൗരന്മാർ അനധികൃതമായി വിദേശത്ത് താമസിക്കുന്നതായി കണ്ടെത്തിയാൽ അവരെ തിരിച്ചെടുക്കേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും ബാധ്യതയാണെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നുഴഞ്ഞുകയറ്റക്കാരുടെ ശല്യമുണ്ട്. അതായത് ബംഗ്ലാദേശിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, റോഹിംഗ്യകൾ, ഇങ്ങനെയൊക്കെ ഉള്ള വിവിധ വിഭാഗക്കാർ നമ്മുടെ നാട്ടിൽ നുഴഞ്ഞുകയറ്റം നടത്താറുണ്ട്. പലപ്പോഴും നമ്മുടെ പോലീസിന്റെ കണ്ണിൽ അവർ പെടാറുണ്ട്, സൈന്യത്തിന്റെ കണ്ണിൽ അവർ പെടാറുണ്ട്, അവരെ പിടിക്കാറുണ്ട്. അവരെ ഉടൻ തന്നെ അവരെ തിരിച്ചവരുടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ, നടപടികൾ നമ്മുടെ നാട്ടിൽ ചെയ്യാറുണ്ട്. അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കുമ്പോൾ അത് നമ്മുടെ സേനയുടെ, നമ്മുടെ പോലീസിന്റെ ഒക്കെ വിജയമാണ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൈയടിക്കാറുണ്ട്. അപ്പോഴാരും അതിനെ ഒരു തെറ്റോ ഒന്നും പറയുന്നില്ല. ഇതേ സംഭവം തന്നെയാണ് അമേരിക്കയിൽ നിന്നും സംഭവിച്ചിരിക്കുന്നത്. ഇതേ തെറ്റ് ചെയ്ത ഒരാളെ ഡൊണാൾഡ് ട്രംപ് നാട്ടിലേക്ക് തിരിച്ചയച്ചു, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ അപമാനിച്ചു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് വേണം അത്തരക്കാർ ആദ്യം ചിന്തിക്കേണ്ടത്. അവിടെ തികഞ്ഞ മോദി വിരുദ്ധത തന്നെയാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ് മറ്റൊരു നാട്ടിൽ നമ്മുടെ നാട്ടുകാർ ചെയ്താലും അവർ ചെയ്യുന്നത്. അവിടെ ആരെയും ചെറുതാക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയെ കൊച്ചാക്കി കാണിക്കുകയോ ഒന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. 2009 മുതൽ എല്ലാ വർഷവും മറ്റു രാജ്യങ്ങളിൽ നിന്ന് നാടുകടത്തപ്പെടുന്ന ഇന്ത്യക്കാരുടെ കണക്കുകളും ജയശങ്കർ പങ്കുവച്ചിരുന്നു. നാടുകടത്തൽ വർഷങ്ങളായി നടക്കുന്നുണ്ട് എന്നും ഈ പ്രക്രിയ പുതിയതല്ല എന്നുമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ട്രംപിനെ ഒരുപാട് അവഹേളിക്കുന്നവർ, ട്രംപ് ഇന്ത്യയെ ചതിക്കും എന്ന് പറയുന്നവർ, ട്രംപ് മോദി പറഞ്ഞ ഒരു വ്യക്തിയൊന്നുമല്ല, ട്രംപ് കള്ളനാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് പോലെ മോദി ഭായിയോ അല്ലെങ്കിൽ മൈ ഫ്രണ്ട് ഒന്നും അല്ല എന്നൊക്കെ പറയുന്നവർ ആദ്യം ഓർക്കുക, അത് നമ്മുടെ നാട്ടുകാർ, അവർ നമ്മുടെ നാട്ടുകാരാണെങ്കിൽ പോലും മറ്റൊരു രാജ്യത്ത് യാതൊരു രേഖകളുമില്ലാതെ കടന്നുകൂടി ഇത്ര കാലം അവിടെ താമസിച്ചത് തന്നെ തെറ്റല്ലേ എന്ന് ഒരു നിമിഷം ആലോചിക്കുക. ആരുടെയും ഭാഗം പറയണ്ട, തെറ്റ് അത് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു നീക്കം ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നാടുകടത്തലാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, അനധികൃതമായി അമേരിക്കയിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെവിടെ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി അവരെ അവരുടെ രാജ്യത്ത് തന്നെ എത്തിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.